കുറിച്ചിത്താനം ശ്രീധരി ജംഗ്ഷൻ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴിയടച്ചതോടെ ഇരുട്ടിലായി. സോളാർ ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റുകളുമെല്ലാം തെളിയാതായതോടെ രാത്രികാലങ്ങളിൽ ജംഗ്ഷനിലെത്തുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഞാൻ ഈ കുറിച്ചിത്താനത്ത് ഒരു കട നടത്തുന്ന ഒരാളാണ്. 3 മാസമായിട്ട് ഇവിടുത്തെ ഈ കുറിച്ചിത്താനത്തിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഇന്നില്ലാതായിട്ട് ഇവിടെ 9 മണി കഴിഞ്ഞാൽ അന്ധകാരമാണ് ഈ കവലയിൽ. കള്ളന്മാരും ബാക്കിയുള്ള എന്താ പറയുക സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാടുന്ന ഒരു കാലമാണിപ്പം. ഇത് വളരെയധികം മോശമായ ഒരു സംവിധാനമാണ്. കാരണം 3 മാസമായിട്ട് ഇത്രയും ഇവിടെ ഈ കുറിച്ചിത്താനം ടൗണിൻ്റെ നടുക്ക് ഉള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം മോശമായൊരു സംഭവമാണ്. ഇതിനെതിരെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും പല രീതിയിൽ പ്രതികരിച്ചിട്ടും ഒരു രീതിയിലുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ബാങ്കിൻ്റെ ഒരു ലൈറ്റ് ഇവിടെ ഒരു 10 മണി വരെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അത് ഒരു 9 മണിയാകുമ്പോൾ അവരത് ഓഫ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഈ കുറിച്ചിത്താനം കവലയിൽ അന്ധകാരമാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു മനുഷ്യൻ പോലും അറിയാത്ത അവസ്ഥ. ജോസ് കെ മാണി എംപിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് കേടുപാടുകൾ പരിഹരിച്ച് ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും തെളിയാതാവുകയായിരുന്നു. KR നാരായണൻ ഗവൺമെൻറ് സ്കൂളും കാരിപ്പടവത്തുകാവും കുരിശുപള്ളിയും മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് HDFC ബാങ്കുകളുമെല്ലാം സ്ഥിതി ചെയ്യുന്ന പ്രധാന ജംഗ്ഷൻ ഇരുട്ടിലാവുന്നത് ജനങ്ങളെ വിഷമിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവിടെ MLA ഉണ്ട്, MP ഉണ്ട്, അതുപോലെ വാർഡ് മെമ്പർമാരുണ്ട്, പല പ്രമുഖരും ഉണ്ടെങ്കിൽ പോലും ഇന്ന് കുറിച്ചിത്താനം കവലയെ സംബന്ധിച്ച് കവല ഒരു ഒരു നിഗൂഢ ഇപ്പോൾ ഈ ജംഗ്ഷനിൽ വന്ന് പുറത്തുനിന്ന് ഇറങ്ങുന്ന ഒരാൾക്കൊരു ഭീകര അന്തരീക്ഷമാണ് കുറിച്ചിത്താനത്ത് കാണപ്പെടുന്നത്. കാരണം അതിൻ്റെ ഏക സാഹചര്യം എന്ന് പറഞ്ഞാൽ കുറിച്ചിത്താനത്ത് ഒരു വെളിച്ചമില്ല. നമുക്കൊരു നല്ലൊരു ഹൈമാക്സിൽ ഉണ്ടായിരുന്നു. ഒരു ഇടക്കാലം കൊണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം നിലച്ചെങ്കിലും വീണ്ടും അത് ഇവിടുത്തെ എല്ലാവരുടെയും പ്ലംബർമാരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് അത് വീണ്ടും ആക്റ്റീവായി പ്രവർത്തിച്ചു. കുറിച്ചിത്താനത്തൊരു വെളിച്ചമുണ്ടായിരുന്നു, ഒരു ജംഗ്ഷനായിരുന്നു. പോരാതെ തന്നെ മരങ്ങാട്ടുപള്ളി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു വലിയ ബാങ്ക്. അതിന് ഈ നാട്ടിലെ ഒരുപാട് ആൾക്കാർക്ക് ഗുണപ്രദവും സൗകര്യമാർത്ത ഒരു ബാങ്കാണ്. ആ ബാങ്കിന് പോലും ഇന്നൊരു സെക്യൂരിറ്റി ഇല്ലയെന്ന് വേണേൽ പറയാം. രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള ദീർഘദൂര ബസ്സുകളിൽ എത്തുന്ന യാത്രക്കാരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. കിഴങ്ങൂർ കൂത്താട്ടുകുളം KR നാരായണൻ റോഡിലെ കുറിച്ചിത്താനം ശ്രീധരി ജംഗ്ഷനോട് അധികൃതർ അവഗണന കാണിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ലൈറ്റ് നമുക്കിവിടെ കിട്ടണില്ല, അതൊരു വലിയ ഒരു പോരായ്മയാണ്. അതുപോലെ തന്നെ ഒരു വളരെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംവിധാനമാണ് ഹൈക്കോടതിയും കോടതികളുടെ വിധികളുള്ളതാണ്. നിലവിൽ പബ്ലിക് റോഡുകളിൽ ബാനറുകളോ മറ്റോ സ്ഥാപനങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല എന്ന്. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കുറിച്ചിത്താനത്ത് ഇതൊരു 3 കൂടി ജംഗ്ഷനാണ്. കാരണം ആ ഉഴവൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരാൾക്ക് ഇങ്ങ് തിരിയുമ്പം ഇവിടുന്ന് അതായത് ഞാൻ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ചെല്ലുന്ന ആ മെയിൻ റോഡിലേക്ക് കയറുന്ന ആൾക്ക് കാണാൻ പറ്റില്ല. പല ദിവസങ്ങളും ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരായതുകൊണ്ട് പല ദിവസവും ഞങ്ങളത് കാണാറുണ്ട്, പല അപകടങ്ങളും ഇവിടെ. പക്ഷേ എല്ലാവരും അറിയുന്നവരും പരിചയക്കാരുമായതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും കൂടാണ്ട് അങ്ങ് പോകുന്നുള്ളൂ. ഹൈമാസ്റ്റ് ലൈറ്റ് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ മാത്രമാണ് ഉപകരിക്കുന്നതെന്നും ബോർഡുകൾ കാഴ്ച മറയ്ക്കുന്നതായും പരാതി ഉയർന്നു. ഈ ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ ഉണ്ടായിട്ട് അത് ആ പോസ്റ്റിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് ഇതിൻ്റെയും പോസ്റ്ററുകൾ കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളത് പറഞ്ഞ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് അങ്ങനെ സ്ഥാപിക്കുന്നതിൻ്റെ പേരിൽ എന്താ പറയുക, ഇത് കുലുക്കി പറിച്ച് ആണ് 99% ഈ ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ പ്രവർത്തനം നിലച്ചു പോകാനുള്ള കാരണം അതുകൊണ്ടാണ്. ഈ പോസ്റ്റിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത് കൂട്ടുകളുടെയും പോസ്റ്ററുകളും ബാനറുകളും സ്ഥാപിക്കാതിരിക്കാനുള്ള കാര്യം കൂടെ അധികാരികൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഹൈമാസ്റ്റ് ലൈറ്റ് നവീകരിക്കാനും സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയുന്നുവെന്ന് ഉറപ്പുവരുത്താനും നടപടി വേണമെന്നും ഇക്കാര്യത്തിൽ അധികൃതരുടെ അനാസ്ഥ തുടർന്നാൽ ശക്തമായ പ്രതിഷേധമുയരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിലെ ലൈറ്റുകൾ അണഞ്ഞാൽ കൂരിരുട്ടിലാവുന്ന ജംഗ്ഷനിൽ പുലർച്ചെ എത്തുന്ന യാത്രക്കാർ ദുരിതമനുഭവിക്കുന്ന സാഹചര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് ആക്ഷേപമുയരുന്നു.